നമസ്കാരം. ഓക്കെ അല്ലേ? തുടങ്ങിക്കോട്ടെ. അല്ല, ഇപ്പൊ ഇതാണ് ട്രെൻഡ് എന്ന് പറയുന്നത് എന്നാണ് മനോരമ പറയുന്നത്. എനിക്കെങ്കിലും തോന്നുന്നില്ല. അതായത് മനോരമ പറയുകയാണ് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി ഒരു പൂക്കി സി എം ആണ് എന്നാണ് മനോരമ പറയുന്നത്. ന്യൂജൻ ഒക്കെ പറയുന്നത്, ന്യൂജൻ പിള്ളേരൊക്കെ പറയുന്നത് നമ്മുടെ സി എം പൂക്കിയാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പൂക്കി സി എം ആക്കാൻ വേണ്ടി നമ്മുടെ മനോരമ ശ്രമം നടത്തുകയാണ്. ന്യൂജൻ പിള്ളേർക്കൊപ്പം ഒക്കെ നടക്കുന്ന, അവരുടെ മനസ്സറിയുന്ന ഒരാളാണ് നമ്മുടെ ഈ പൂക്കി സി എം എന്നൊക്കെ എന്തുകൊണ്ടാണ് മനോരമ പറയുന്നതെന്നല്ലേ നിങ്ങൾക്ക് ചിന്തിക്കുന്നത്? വാർത്താ സമ്മേളനത്തിൽ പലരും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമാണ്. അത് മറയ്ക്കാൻ വേണ്ടിയാണ് മനോരമ ഇത്തരത്തിലുള്ള ഒരു തന്ത്രം പയറ്റുന്നത്. എന്താണെന്ന് വളരെ വ്യക്തമായി തന്നെ പറയാം. ഈ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. എന്താണെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? അതായത് വാഹനം മോഡിഫൈ ചെയ്യാം എന്ന രീതിയിൽ. അതുകൊണ്ട് നിങ്ങളൊന്നും പേടിക്കണ്ട, വാഹനമൊക്കെ മോഡിഫൈ ചെയ്യാം, ഞങ്ങളെ അധികാരത്തിൽ വരട്ടെ എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ മാധ്യമ പ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചു. അതായത് ഇന്ദിരാ ഗ്യാരണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അപ്പോ ഇതെങ്കിലും നടപ്പിലാക്കാൻ പറ്റുമോ എന്ന് ഓർത്ത് അവിടെ നിന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു, അതേ സി എം എ ഈ വാഹനം മോഡിഫൈ ചെയ്യുന്ന ഒരു കേസിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ, അത് നിയമവിധേയമാക്കുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് വി ഡി സതീശന്റെ ഈ സാധനം, ഈ സാധനം എടുത്തിട്ട് അങ്ങ് വീക്ക് ചെയ്ത്. ഇപ്പോ ഇതെടുത്തുകൊണ്ടാണ് മനോരമ ഇതൊരു പൂക്കി സ്റ്റൈലാണ്, ഇത് ഒരു പൂക്കി സെറ്റപ്പാണ്, ഇത് പൂക്കി സി എമ്മിന്റെ ഒരു പൂക്കി സെറ്റപ്പാണ് എന്നൊക്കെ പറഞ്ഞിറങ്ങിയിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല. ഈ പിള്ളേര് മുഴുവൻ, ഈ പൂക്കി പിള്ളേര്, അതായത് ജെൻസി പിള്ളേര് മുഴുവൻ വോട്ട് ചെയ്തത്, നമ്മുടെ വി ഡി സതീശൻ വോട്ട് ചെയ്തത് ഇപ്പൊ വണ്ടിയൊക്കെ നമുക്ക് രൂപമാറ്റം വരുത്തി വേറെ ലെവലാക്കാം, അതേ നമ്മുടെ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയിക്കണ്ടെങ്കിൽ എന്ത് തോന്നിവാസം നമുക്ക് റൂട്ടി കാണിക്കാം എന്നൊക്കെ ഓർത്താണ് അവർ ചെയ്തത്. ഇപ്പോ ആ വിഷയത്തിലും വി ഡി സതീശൻ ഇങ്ങനെ മലക്കം പറയാണ്. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? വി ഡി സതീശന് ആ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല, കാരണം അത് കേന്ദ്രത്തിന്റെ പരിധിയിലുള്ള ഒരു നിയമമാണ്. അതുകൊണ്ട് വി ഡി സതീശന് അതിൽ തൊടാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ എന്തിനാണ് വി ഡി സതീശനും ഇങ്ങനെയൊക്കെ ചെയ്യാം, നമുക്ക് മോഡിഫൈ ചെയ്യാം, ഒരു പ്രശ്നമില്ല, അതൊക്കെ സെറ്റാക്കാന്ന് പറഞ്ഞതെന്നല്ലേ? ശുദ്ധ നുണ പറഞ്ഞതാണ്. അങ്ങനെ നുണ പറഞ്ഞാലാണ് ഈ പിള്ളേര്, ഈ ജെൻസി പിള്ളേരൊക്കെ വോട്ട് ചെയ്യുകയുള്ളൂ എന്ന് വി ഡി സതീശന് അറിയാം. അങ്ങനെ ആ കുഴിയിൽ ജെൻസി പിള്ളേര് വീണു, അതാണ് വസ്തുത. ഇനി കുറച്ച് കള്ളങ്ങൾ കൂടി പൊളിക്കാനുണ്ട്. അപ്പോ പ്രേക്ഷകരെ ഈ വാർത്ത മുഴുവനായിട്ട് കാണുക. വേറൊന്നുമല്ല, നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പൊ ഇന്ന് രാവിലെ മുതൽ ഒരു വാർത്ത ഇട്ട് നല്ല നീക്കുന്നുണ്ട്. അതിന്റെ സ്ക്രീൻഷോട്ട് ആദ്യം തന്നെ ഒന്ന് കാണാം. സെക്രട്ടേറിയറ്റിലെ നോർത്ത് ഗേറ്റ് തുറന്നു എന്നതാണ് വാർത്ത. വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയപ്പോഴാണ് ഇത് തുറന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മാധ്യമങ്ങളും, എല്ലാ മാപ്പറുകളും ഒക്കെ അവിടെ പോയിട്ട് അടിപൊളിയായിട്ട് അങ്ങ് എരിവും പുളിയൊക്കെ ചേർത്തങ്ങ് വലിയ രീതിയിൽ വാർത്ത ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഇത് ഇപ്പോഴാണോ തുറന്നത്? നമുക്ക് പരിശോധിക്കണ്ടേ? മനോരമയും മാതൃഭൂമിയും ഒക്കെ 3 വർഷം മുമ്പൊക്കെ റിപ്പോർട്ട് ചെയ്ത പല വാർത്തയുടെ ക്ലിപ്പ് നമ്മുടെ കിടക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് കാണാം. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ പ്രഹസനം മുഴുവനെന്നും എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും. അതായത് വി ഡി സതീശനാണ് രാജ്യത്തെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്ന് വരുത്തി തീർക്കാനും, ഇതുപോലൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വരുത്തി തീർക്കാനുമുള്ള PR വർക്കിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഇനി ഇപ്പൊ പലർക്കും സംശയം തോന്നുന്നുണ്ട്, ഈ റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറൊക്കെ എന്ത് വേഗം മാറി, ഇപ്പൊ എന്ത് പുകഴ്ത്തിയ UDF പറ്റി പറയുന്നത്, എന്താ സംഭവിച്ചതെന്ന് പലരും ആലോചിക്കുന്നുണ്ടാവും അല്ലെ? ഇവരുടെയൊക്കെ ഒരു ജേർണലിസം, ഒരു ജീർണലിസം ആണെന്ന് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. അതായത് ഒഴുക്കിനനുസരിച്ച് നീന്തിയാലേ രക്ഷയുള്ളൂ, എന്നാലാണ് അഡ്വർടൈസ്മെന്റ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് സർക്കാരിന്റെ അഡ്വർടൈസ്മെന്റ് മേടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇവരൊക്കെ ഞങ്ങൾ നിങ്ങളുടെ ആളാണ് എന്ന രീതിയിൽ പലപ്പോഴും വായ്ത്താളോട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് പലർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ അഡ്വർടൈസ്മെന്റുകൾ മേടിച്ചെടുക്കാൻ വേണ്ടിയാണ് പല രീതിയിലുള്ള എഡിറ്റേഴ്സ് ഒക്കെ ആയിട്ട് പലരും രംഗത്തേക്ക് വരുന്നത്. ഞാൻ നിങ്ങളുടെ ആളാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വരുന്നത്. എന്തോ ആകട്ടെ, അവിടെ നിൽക്കട്ടെ. പിന്നെ വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളും പൊളിഞ്ഞടങ്ങി ഈ തുടക്കം തന്നെ ആകെ ചീഞ്ഞു നാറുന്ന അവസ്ഥയിൽ സത്യത്തില് വി ഡി സതീശനെ പിടിച്ചു നിർത്തുന്നത് ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെയാണ് കേട്ടോ. പ്രതിപക്ഷത്തിരുന്ന വി ഡി സതീശനെ ആ കസേരയിൽ, മുഖ്യമന്ത്രിയുടെ കസേരയിൽ കൊണ്ടുപോയി ഇരുത്തിയതും ഇവിടുത്തെ മാധ്യമങ്ങളുടെ വ്യാജ വാർത്തയാണല്ലോ. അതേ രീതിയിലുള്ള വ്യാജ വാർത്തകളൊക്കെ തന്നെ മെനഞ്ഞുകൊണ്ട് വി ഡി സതീശനെ ഒരു ഗംഭീര മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നമ്മുടെ മാധ്യമങ്ങളുടെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ ആ സംഭവങ്ങൾ, ആ നുണകൾ പൊളിച്ചടക്കാൻ എന്തായാലും പ്രതിപക്ഷം നല്ല സ്ട്രോങ് ആയിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടേണ്ടതുണ്ട്. അത് ഇടപെടുമായിരിക്കും. ഇടപെട്ടില്ലെങ്കിൽ ഇനിയും അവിടെ തന്നെ ഇരിക്കേണ്ടി വരും എന്നതാണ് മറ്റൊരു വസ്തുത. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മുടെ ജിൻഡോ ജോൺ ഉണ്ടല്ലോ, മൂപ്പര് നമ്മുടെ വി ഡി സതീശനെ ഇങ്ങനെ ഒരു പിടുത്തം പിടിച്ചിട്ടുണ്ട്. അതായത് സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ സമയത്തെ വി ഡി സതീശൻ ജാതിപ്പേരൊക്കെ ചേർത്ത്, അറിയാലോ സത്യപ്രതിജ്ഞ ഏതെല്ലാവരും കേട്ട് കാണുമല്ലോ. അപ്പോ അതിനെതിരെ ഇന്ന് ജിൻഡോ ഇട്ടിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, അതുകൂടി ഞാനൊന്ന് വായിക്കാം. തെക്കുംകാട്ടിൽ ജോൺ റോമൻ കാത്തലിക് ജിൻഡോ എന്നല്ല, ജിൻഡോ ജോൺ, അത് മതി, അങ്ങനെ അറിയപ്പെട്ടാൽ മതി.
അതല്ലേ അതിൻ്റെ ഒരു ബ്യൂട്ടി. പഞ്ചിത്തിരി കുറഞ്ഞാലും ജാതി വാലുകൾ ചുമക്കാത്ത കോൺഗ്രസ് ആകുന്നതാണ് കുറെ കൂടി ഇൻക്ലൂസീവ്. എന്റെ രാഷ്ട്രീയം എന്റെ ബോധ്യങ്ങൾ കൂടിയാണ്, ഒരല്പം ലെഫ്റ്റ് ആയൊരു കോൺഗ്രസ് ബോധ്യം എന്നാണ് പറഞ്ഞത്. എന്തായാലും വലിയൊരു കയ്യടി പുള്ളിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ, അത് വേറൊരു കാര്യം. അതായത് ഒരു ജാതി വാലിന്റെ പുറകെയും പോകരുത് എന്ന് പറയുകയാണ് കോൺഗ്രസിനോട്. നിങ്ങൾ അതിന്റെ പുറകെയാണെന്ന് തന്നെയാണ് ചിന്ത പറയുന്നത്. പലരും ഈ പറയുന്ന ആര് മന്ത്രിയാകണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഓരോ അച്ഛന്മാരും ഓരോ അരമനയിൽ ഇരിക്കുന്ന ഓരോ ആളുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ സഭകളാണ് തീരുമാനിക്കുന്നത്. എന്ത് ഗതികേടാണ് കോൺഗ്രസിൻ്റെതെന്നാണ് ആലോചിക്കുന്നത്. കഴിവുള്ള പലർക്കും സീറ്റ് കൊടുക്കാതിരിക്കുക, കഴിവുള്ള ആളുകളെ മാറ്റി നിർത്തുക, അങ്ങനെയൊക്കെ എന്തൊക്കെ സംഭവങ്ങളാണല്ലേ കോൺഗ്രസിനകത്ത് നമ്മൾ കാണുന്നത്. അപ്പൊ എന്തോ ആകട്ടെ, അവര് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്. അപ്പോ തുടക്കം തന്നെ പോകുന്നു. മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഉള്ള അടി കഴിഞ്ഞ് ഇപ്പൊ മന്ത്രിമാരെ ആക്കാൻ വേണ്ടിയുള്ള അടി നടക്കുന്നു. അതിനിടയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നു. ഇന്ദിരാ ഗ്യാരണ്ടി പൊളിഞ്ഞു വീഴുന്നു, കൊടുത്ത വാഗ്ദാനങ്ങൾ മുഴുവൻ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും സതീശനെ സംരക്ഷിക്കണ്ടേ മാധ്യമങ്ങൾക്ക്? അതുകൊണ്ട് മാധ്യമങ്ങൾ എല്ലാവരും കൂടി സതീശനെ ഇങ്ങനെ അങ്ങ് പിടിക്കുകയാണ്. എന്നാലും എന്റെ പൂക്കി CM ഒരു വല്ലാത്ത സംഭവം തന്നെയെന്ന് പറയാതെ വയ്യ. എന്തായാലും ഈ പൂക്കി കളിയൊക്കെ അധികം നേരം നമുക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല. പൂക്കി കളിയൊക്കെ പയ്യെ പൊളിയും. ഇനി പൂക്കി CMന്റെ പുതിയൊരു സംഭവം കൂടി വന്നിട്ടുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു രീതിയിലുള്ള ദൂർത്തും ഉണ്ടാവില്ല, ഞങ്ങൾ ഖജനാവ് കാലിയാക്കില്ല, നികുതിപ്പണം തൊടില്ല എന്നൊക്കെയല്ലേ ഈ പൂക്കി മിനിസ്റ്റർ പറഞ്ഞത്, നമ്മുടെ പൂക്കി CM പറഞ്ഞത്. ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ? 3.95 കോടി രൂപ നമ്മുടെ മന്ത്രിമന്ദിരങ്ങളൊക്കെ ഒന്ന് മൊത്തത്തിൽ മിനുക്കാൻ വേണ്ടി അനുവദിച്ചിരിക്കുകയാണ്. അത് ഞാൻ ഒന്ന് വായിക്കാം. നമ്മുടെ കയ്യിൽ അതിന്റെ കറക്റ്റ് കണക്കുകളുണ്ട്. നെസ്റ്റ് ബംഗ്ലോ 40.67 ലക്ഷം രൂപ, അതുപോലെ തന്നെ ഉഷസിന് വേണ്ടി 40 ലക്ഷം രൂപ, പെരിയാറിന് വേണ്ടി 31.26 ലക്ഷം രൂപ, പൗർണമിക്ക് വേണ്ടി 40.81 ലക്ഷം രൂപ, പമ്പയ്ക്ക് വേണ്ടി 31.43 ലക്ഷം രൂപ, കൗഡിയാർ ഹൗസിന് വേണ്ടി 40.06 ലക്ഷം രൂപ, മൻമോഹൻ ബംഗ്ലാവിന് വേണ്ടി 81.06 ആലോചിക്കണം ലക്ഷം രൂപ, അതുപോലെ തന്നെ അജന്ത ബംഗ്ലാവിന് വേണ്ടി 58.74 ലക്ഷം രൂപ, അങ്ങനെ 395.59 കോടി രൂപ. എങ്ങനെ എന്റെ നിങ്ങളുടെ നികുതിപ്പണം ഇവര് ഇങ്ങനെ എടുത്ത് ദൂർത്തടിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ഒരു രീതിയിലുള്ള ദൂർത്തും ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകില്ല, ഞങ്ങൾ മാതൃകാപരമായിരിക്കും എന്നാണ് പറയുന്നത്. എനിക്കൊരു പൈലറ്റും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞു കിടന്ന നമ്മുടെ പൂക്കി CMന്റെ പുതിയ രീതിയിലുള്ള പല പൂക്കി ട്രിക്കുകളൊക്കെ എങ്ങനെയുണ്ട്? എപ്പടി ഇருக்கு? ഇതൊന്നും നമ്മുടെ ഒരു മാധ്യമങ്ങളും പറയില്ല. ഇതിന്റെ പേരിൽ നിന്ന് അന്തിച്ചർച്ചയില്ല. ഇതിന്റെ പേരിൽ നിന്ന് യാതൊരു രീതിയിലും മാപ്രകൾ അയ്യോ ഞങ്ങളുടെ ഖജനാവ് കൊള്ളയടിക്കുന്നേ, ജനങ്ങളുടെ നികുതിപ്പണം കൊള്ളയടിക്കുന്നേ എന്നൊന്നും പറഞ്ഞ് ആരും ഒച്ചയെടുക്കില്ല കേട്ടോ. അത് മറ്റൊരു വലിയ വസ്തുതയാണ്. മലയാളികൾ എത്ര വന്നാലും പഠിക്കില്ല. മിന്നുന്നതൊന്നും പൊന്നല്ല എന്ന് എത്ര തവണയൊക്കെ തിരിച്ചറിഞ്ഞാലും വീണ്ടും കയറിയങ്ങ് പിടിക്കും. അത് മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണ്. എന്തായാലും അനുഭവിക്കുക, അനുഭവിച്ചറിയുക എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ കൊടുത്ത വാഗ്ദാനങ്ങൾ അത് നിറവേറ്റിയില്ലെങ്കിൽ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അതിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും പൂക്കി സ്റ്റൈലൊക്കെ നന്നായി കലക്കുന്നുണ്ട്. മനോരമയുടെ ഈ വാഴ്ത്തുപാട്ടുകളും ഒക്കെ നന്നാകുന്നുണ്ട്. ഇനി ഭരണം കൂടി നന്നായാൽ കൊള്ളാം. ഇനി എന്തായാലും പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റി ഞങ്ങൾ വലിയ സംഭവമാണെന്ന് കാണിച്ചു തരിക. ഇനി ഇതുപോലെ ദൂർത്തടിച്ച് എന്റെയും ജനങ്ങളുടെയും നമ്മുടെയൊക്കെ നികുതിപ്പണം ഇവർ ഈ രീതിയിൽ ദൂർത്തടിക്കാനാണ് പ്ലാനെങ്കിൽ എന്തായാലും തീർച്ചയായും ആ ദൂർത്തടിക്കെതിരെ ശബ്ദം ഉയർത്തേണ്ടതുണ്ട്, ഉയർന്നു വരേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ദൂർത്തുകൾ കാണുമ്പോൾ ഏത് സർക്കാർ ഭരിച്ചാലും നമ്മൾ തീർച്ചയായും അവരെ വിമർശിക്കണം. അവരെ നമ്മൾ തട്ടി ചോദ്യം ചെയ്യുക തന്നെ വേണം. കാരണം നമ്മുടെ പണിക്കാരാണ് ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ഈ മന്ത്രിമാരും MLA-മാരും ഒക്കെ. നമ്മളവരെ ഒരു പണിയേപ്പിച്ചിരിക്കുകയാണ്. മനസ്സിലായോ? നമ്മളാണ് രാജാവ്, അത് മറന്നു പോകരുത്. അതിടയ്ക്ക് അവര് മറന്നു പോകും. അപ്പൊ നമ്മൾ ഇങ്ങനെ തട്ടി ഓർമ്മിപ്പിക്കണം. അന്ന് നിങ്ങൾ ഞങ്ങൾക്ക് ഈ വാഗ്ദാനം നൽകിയിരുന്നില്ലേ എന്ന് അവരെ കാണുമ്പോൾ നമ്മൾ ചോദിക്കണം. അത് എന്തിനാണെന്നറിയോ? അത് ചോദിക്കുമ്പോഴാണ് അവർക്കൊരു തോന്നലുണ്ടാകുള്ളൂ ജനം കഴുതിയല്ല എന്ന്. കാണാം അടുത്ത വാർത്തയുമായി എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.